ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം. അതിനാവശ്യമായ സാധനങ്ങൾ: അരിപ്പൊടി, വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ പച്ചരി 6 മണിക്കൂർ കുതിർത്തതിന് ശേഷം അത് അങ്ങനെയും ഉണ്ടാക്കാം. നമുക്കിപ്പോൾ എളുപ്പത്തിന് വറുത്ത അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്നു. തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞത്, എള്ള്, ഏലക്ക പൊടിച്ചത്, പഴം, ഉപ്പ്, നെയ്യ്. നമുക്ക് തേങ്ങയും എള്ളും വറക്കാനുള്ള നെയ്യ് ആവശ്യത്തിന്, ശർക്കര, അത് നമുക്ക് പാനിയാക്കണം. ഒരു സ്വല്പം വെള്ളത്തിൽ പാനിയാക്കിയിട്ട് വേണം ഇതെല്ലാം കൂടെ ചേർത്ത് കുഴയ്ക്കാനായിട്ട്. ചെറുതായിട്ട് നമ്മുടെ എള്ള് ചൂടായി പൊട്ടുന്നത് വരെ വറക്കുക. സ്വല്പം നെയ്യ് ഒഴിച്ച് അതിൽ നമ്മുടെ തേങ്ങ കൊത്തി വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് വറക്കുക. നേരിയ ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നെയ്യിൽ വറുത്ത് കോരുക. ശർക്കര പാനിയാക്കിയത് നമ്മൾ സ്ട്രെയിനറിൽ ഒന്ന് അരിച്ചെടുക്കുക. കാരണം അഴുക്ക് അതിൻ്റെ ഇതൊക്കെ കാണും. അത് മാറാൻ വേണ്ടി നമ്മുടെ സ്ട്രെയിനറിൽ ഒന്ന് അരിച്ചെടുക്കുക. ഇനി പഴം നമ്മൾ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിൽ ചെറുതായിട്ട് ഒടിച്ചിട്ടിട്ട് ഒന്ന് മാഷ് ചെയ്യുന്ന സാധനം കൊണ്ടും മാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യുകയോ ചെയ്യാം. നമ്മളൊരു 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 3 പഴം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. ഇതിനിപ്പോൾ 3 പഴം ചേർത്തിട്ടുണ്ട്. നമ്മൾ പഴം നല്ലപോലെ മാഷ് ചെയ്ത് നമ്മുടെ മാവിലോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് ഏലക്കാപ്പൊടി, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും എള്ളും കൂടെ ചേർക്കുക. സ്വല്പം ഉപ്പും കൂടെ ചേർക്കും. ഈ മാവ് നമുക്കൊരു ദോശമാവിൻ്റെ അയവിൽ വരണം. അതിപ്പം നമ്മൾ ശർക്കരപ്പാനി ചേർത്തിട്ടും ആയിട്ടില്ല. പോരാത്തതിന് നമ്മൾ സ്വല്പം പാൽ ഒഴിച്ച് ദോശമാവിൻ്റെ അയവിൽ ഈ നമ്മുടെ ഉണ്ണിയപ്പ പാത്രത്തിലോട്ട് കോരി ഒഴിക്കത്തക്ക രീതിയിൽ കലക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള പാത്രമാണിത്. അതിന് പ്രത്യേകം ഉള്ള ഒരു പാത്രം വേണം, ഈ കുഴിവുള്ള. അതിൽ നമുക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായ ശേഷം ഓരോ ഇതിലോട്ടും കുറേശ്ശെ ഒഴിക്കുക.
മറിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ഇതിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ്. നമ്മുടെ ഉണ്ണിയപ്പം ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഈ എണ്ണയുടെ ഒരു തിള നിൽക്കുമ്പോൾ ഈ ഒരു ചെറിയ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം.